ആരാണ് ആ പ്രമുഖ നടൻ എന്നുള്ളതിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ സാറ് കഴിഞ്ഞ ദിവസം കൊടുത്തൊരു ഓൺലൈൻ മീഡിയ മാധ്യമത്തിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ ഷൈൻ ടോം ചാക്കോ ഒരാളല്ല, സിനിമയിൽ ഒട്ടനവധി പേര് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അതിൽ സ്ത്രീ അല്ലെങ്കിൽ നടിമാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുതന്നെയാണ് ടൊവിനോ ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും പറയുന്നത്. ഷൈൻ ടോം ചാക്കോ മാത്രമല്ല, അദ്ദേഹം ഇന്നലെ പോലീസിന് കൊടുത്ത മൊഴിയിലും പലരുടെയും പേര് പറഞ്ഞു, ഞെട്ടിക്കുന്ന പേരുകളൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഈ കാണേണ്ട ഒരു ഈ ജയശങ്കർ സാർ പറഞ്ഞ ഈ കാര്യം കൂടി, മോഹൻലാലിനെയും മമ്മൂട്ടിയും വരെ അഭിനയത്തിൽ കവച്ചു വയ്ക്കുന്ന അത്രയും കഴിവുള്ള ഒരു നടനാണ് അദ്ദേഹം എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് കൂടാതെ വേറൊരു ക്ലൂ കൂടെ അദ്ദേഹം തരുന്നുണ്ട്. അദ്ദേഹം യുവാവെന്ന് പറയാൻ കഴിയില്ല, മധ്യവയസ്സിലെത്തിയ ഒരു നടനാണ്, പ്രമുഖ നടനാണ് എന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പോൾ നമുക്ക് മധ്യവയസ്സിലെത്തിയ പ്രമുഖനായിട്ടുള്ള അല്ലെങ്കിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അഭിനയത്തെ വരെ കവച്ചു വയ്ക്കാൻ പ്രാപ്തിയുള്ളൊരു നടൻ ആരാണ് എന്നുള്ളത് നമുക്ക് അന്വേഷിച്ചു. നമുക്ക് അധികം നടന്മാരൊന്നും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഈ തമിഴിലോ തെലുങ്കിലോ പോലെ ഒട്ടനവധി നടന്മാരൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. മലയാളത്തിൽ വിരലിൽ എണ്ണാവുന്ന നടന്മാർ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഇത്തരം അഭിനയ പ്രതിഭയുള്ള ആളുകളുടെ എണ്ണം വളരെ വിരളമാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരാളെ പെട്ടെന്ന് കണ്ടെത്താൻ വലിയ പ്രയാസം ഉണ്ടാവില്ല ചിന്തിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിലും തന്നെയും ആ ആൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ആ പേരുകൾ നമ്മുടെ ലിസ്റ്റിലുള്ളത് എന്ന് നോക്കാം. ഇപ്പോൾ ദിലീപ് 57 വയസ്സുണ്ട്. ദിലീപേട്ടൻ ഓൾമോസ്റ്റ് ഫീൽഡ് ഔട്ടായ കണക്കാണ്. മൂപ്പര് പുതിയ പരീക്ഷണങ്ങൾക്ക് നിൽക്കുന്നില്ല, പഴഞ്ചൻ കോമഡികളായിട്ട് നടക്കുന്നു എന്നുള്ള പരാതിയും, പിന്നെ മൂപ്പരുടെ സിനിമ സക്സസ് ആവുന്നില്ല, പിന്നെ കുറേ വിവാദങ്ങളും അങ്ങനെയായിട്ട് മൂപ്പര് സൈഡായ മട്ടാണ്. പിന്നെ ജയസൂര്യ 46 വയസ്സ് ആ ഗണത്തിൽപ്പെടുന്ന ആളാണ്. പൃഥ്വിരാജ് 42 ആ ഗണത്തിലുള്ളതാണ്. കുഞ്ചാക്കോ ബോബൻ 48. ജോജു ജോർജ് നല്ല അഭിനയം കാഴ്ചവെക്കുന്ന ആളാണ്, 47 വയസ്സ്. പിന്നെ DQ ആണ്, ദുൽഖർ സൽമാൻ 41 വയസ്സ്, ആ ഏജാണ്. പിന്നെ ഫഹദ് ഫാസിൽ 42, ആ ഏജാണ്. അപ്പോൾ ഇത്രയും പേര് പറഞ്ഞതിൽ ഈ മോഹൻലാലെയും മമ്മൂട്ടിയും അഭിനയം കാഴ്ചവെക്കുന്ന ആളാരാണ് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും ആ ആളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്ത് വരാതിരിക്കട്ടെ, അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ. അദ്ദേഹം അഡിക്ഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ അത് നിർത്താനുള്ള നടപടികളായിട്ട് എന്തെങ്കിലും ചെയ്ത് അത് അവസാനിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ മലയാള സിനിമയും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് സിനിമാ മേഖലയെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായി മാറാൻ സാധ്യതയുണ്ട് ഈ പേരുകളൊക്കെ തന്നെ പുറത്ത് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് മാറാതിരിക്കട്ടെ. എല്ലാം മംഗളകരമായി ഇതിൻ്റെ ഭവിഷ്യത്തുക്കൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും അവരുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ അതിന് വേണ്ട മുൻകരുതലുകളെടുത്ത് വേണ്ട ശുദ്ധി കലാശം വരുത്തി തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റൂ.